അബി സ്ട്രോങ്ങായി ബിഹേവ് ചെയ്യുന്നുവെങ്കിലും ലോലഹൃദയയായ കുട്ടിയാണ്. കാണുന്ന സ്ട്രോങ്ങൊന്നും ഉള്ളിലില്ല. അവൾ സ്വീറ്റാണ്. ഞാനാണ് അത്ര സ്വീറ്റല്ലാത്തത്. എന്തുവന്നാലും നേരിടാനുള്ള ശക്തി എനിക്കിന്നുണ്ട്. അതാണ് എൻ്റെ സ്ട്രെങ്ത്. അതിന് എനിക്ക് സപ്പോർട്ട് തരുന്നത് അബിയാണ്. കുട്ടിക്കാലം മുതൽ എൻ്റെ കൂട്ടുകാരി അബിയും അബിയുടെ കൂട്ടുകാരി ഞാനുമാണ്. പുറത്തുപോയി മറ്റ് കുട്ടികൾക്കൊപ്പം കളിക്കാറുപോലുമില്ലായിരുന്നു. ഇപ്പോഴും അവൾക്ക് ഞാനും എനിക്ക് അവളും മാത്രമേയുള്ളൂ. അവൾ എൻ്റെ പട്ടാളമായാണ് പല കാര്യങ്ങളിലും നിന്നിട്ടുള്ളത്. റിയാക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അവൾ പ്രതികരിക്കും. അതെങ്ങനെ ശരിയാകും? എൻ്റെ ചേച്ചിയെ പറയാൻ ഞാൻ സമ്മതിക്കില്ലെന്ന ആറ്റിറ്റ്യൂഡ് അവൾക്കുണ്ട്. അബിയെപ്പോലെ ഒരാളെ കിട്ടുക എന്നത് ഭാഗ്യമാണ്. സഹോദരിമാർക്കിടയിൽ ഉള്ള കുശുമ്പ് പോലും അവൾക്കില്ല. എല്ലാം എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നവളാണ്. ഒരു കരണത്തടിച്ചാൽ മറുകരണം കൂടി കാണിച്ചു കൊടുക്കുന്നയാളാണ് അച്ഛൻ. ഒച്ചയും ബഹളവുമില്ലാത്ത പാവം അച്ഛനായിരുന്നു. ഞാൻ അച്ഛനെപ്പോലെയാണ് എന്നാണ് അമ്മ പറയാറ്. ഒന്നും തട്ടിപ്പറിച്ച് സ്വന്തമാക്കുന്ന സ്വഭാവം അച്ഛനില്ല, എനിക്കുമില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇടിച്ചു നിന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന രീതിയല്ല സമൂഹത്തിൽ. ലോ പഠിക്കണമെന്ന ആഗ്രഹം പാപ്പുവിന് വന്നത് ട്രോമ ട്രിഗർ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. നീതി അർഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പോരാടണമെന്ന ആഗ്രഹം അവൾക്കുണ്ട്. മമ്മിയെപ്പോലെ ആരും കഷ്ടപ്പെടാൻ ആരെയും താൻ അനുവദിക്കില്ലെന്നൊക്കെ അവൾ പറയാറുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവളുടേത് പാഷനാണോ ട്രോമ ട്രിഗറാണോ എന്ന് എനിക്കറിയില്ല. ആ പ്രൊഫഷനിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ കണ്ണൊക്കെ തിളങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൾ അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അമ്മ എന്ന രീതിയിൽ എനിക്ക് സന്തോഷമാണ്. പാപ്പു വളർന്ന് എൻ്റെ അത്രയുമായി. തടിയും പൊക്കവുമെല്ലാം എനിക്കുള്ളതുപോലെയാണ്. വസ്ത്രങ്ങളും ഷൂസുമെല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ ഞാൻ അവളോട് പറയുന്ന ഒരേയൊരു കാര്യമേയുള്ളൂ, മിസ്റ്റേക്സ് എല്ലാവരും ചെയ്യും. അതിനാൽ തന്നെ നാളെ ഒരു മിസ്റ്റേക്ക് നിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് കരുതി മമ്മി ഒന്നും പറയാൻ പോകുന്നില്ല. കാരണം മമ്മിയും കുറേ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും മമ്മി ഇവിടെ ഇല്ലേയെന്ന് ഞാൻ പറയും. അങ്ങനെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അവർ നമ്മളോട് പറയില്ല, മറ്റാരോടെങ്കിലും ആകും അവർ പറയുക. ശരിയും കൺഫ്യൂഷൻസും കുശുമ്പുമെല്ലാം പാപ്പു എന്നോടാണ് പറയുന്നത്. അവളുടെ സുഹൃത്തുക്കൾക്കും ഞാനാണ് കംഫർട്ട് സോൺ. എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊപ്പം നിന്നതുകൊണ്ടാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. എൻ്റെ ജാക്ക്പോട്ട് എൻ്റെ പപ്പുവാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല. ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ട സംഭവമുണ്ടെങ്കിൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായി എനിക്ക് സുന്ദരിക്കുട്ടിയും ചക്കരയുമായ ഒരു മോളുണ്ട്. അതിനാൽ റിഗ്രറ്റ് ചെയ്യാതെ ദൈവനിശ്ചയമായി ഞാൻ കരുതുന്നു എന്നും അമൃത സുരേഷ് പറഞ്ഞു.